നമസ്കാരം. കോപ്പിയടിയുടെ കാര്യത്തിൽ ചൈനയെ മറികടക്കാൻ ഇതുവരെ ഒരു രാജ്യത്തിനും കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുമില്ല. ഇത് ഈ രാജ്യം തന്നെ ഓരോ ദിവസം തോറും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ ചൈനയിലെ ഒരു മ്യൂസിയത്തിൽ ആർട്ടിഫിഷ്യലായി മൃഗങ്ങളെ ഉണ്ടാക്കി കാഴ്ചക്കാരെ പറ്റിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതുപോലെയുള്ള പല പല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കൈയോടെ പൊക്കിയതുമാണ്. ഇതിനൊക്കെ ശേഷം ഇപ്പോഴിതാ മേഘങ്ങൾക്കിടയിലൂടെ പറക്കുന്ന ചൈനീസ് പാരാഗ്ലൈഡറുടെ വീഡിയോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തി. 55-കാരനായ പെങ് യുയിയാണ് വീഡിയോ സൃഷ്ടിച്ചതും യാഥാർത്ഥ്യത്തിലുള്ളതാണെന്ന് അവകാശപ്പെട്ടത്. 3000 മീറ്ററിൽ നിന്നും 5000 മീറ്ററോളം ഉയർന്നു പറന്നെന്നായിരുന്നു വീഡിയോയിൽ. പെട്ടെന്നുണ്ടായ മോശം കാലാവസ്ഥയെ തുടർന്ന് 3000 മീറ്ററിൽ നിന്ന് 5000 മീറ്റർ കൂടി ഉയരത്തിൽ പാരാഗ്ലൈഡിംഗ് നടത്തേണ്ടി വരുമെന്നാണ് പെങ് യുജിൻ പറഞ്ഞിരുന്നത്. 40 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലും കുറഞ്ഞ ഓക്സിജൻ ലഭ്യതയും അതിജീവിച്ച പെങ് കഠിനമായ മഞ്ഞുവീഴ്ചകളെ മറികടന്ന് സാഹസികമായാണ് സുരക്ഷിത സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയതെന്ന് അവകാശപ്പെട്ടു. വീഡിയോയുടെ ആദ്യ 5 സെക്കൻഡുകൾ AI സൃഷ്ടിച്ചതായിരിക്കാമെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ക്ലിപ്പിൽ പെങ് കാലുകൾ തൂങ്ങിക്കിടക്കുന്ന നിലയിൽ ഉയർന്ന ഉയരത്തിൽ തെന്നി നീങ്ങുന്നത് കാണാം. പക്ഷെ ദൃശ്യങ്ങൾ ക്രോപ്പ് ചെയ്തതായി തോന്നുന്നു. വീഡിയോ ക്ലിപ്പിൽ ലോഗോ ഇല്ലായിരുന്നു. എന്നാൽ മെയ് 25-ന് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത അതിന്റെ ഒരു ഭാഗത്ത് ഒരു ഡോഡോ ഐ വാട്ടർമാർക്ക് ഉണ്ടായിരുന്നു. ഇത് ഡൈ ഡാൻസിന്റെ ഉടമസ്ഥതയിലുള്ള ഡോഡോ AI ഉപകരണം ഉപയോഗിച്ചാണ് സൃഷ്ടിച്ചതെന്ന് സൂചിപ്പിക്കുന്നു. പെങ്ങിന്റെ ദൃശ്യങ്ങൾ വ്യാജമാണെന്ന് അറിഞ്ഞതുടൻ വാർത്താ ഏജൻസികൾ വീഡിയോ നീക്കം ചെയ്തിട്ടുണ്ട്. വീഡിയോ പോസ്റ്റ് ചെയ്ത പെങ്ങിനെയും സുഹൃത്തിനെയും സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനും അനുമതിയില്ലാതെ അത്രയും ഉയരത്തിൽ പറന്നതിനും 6 മാസത്തേക്ക് പാരാഗ്ലൈഡിംഗിൽ നിന്ന് വിലക്കി. അതേസമയം 5 വർഷത്തെ മാത്രം പരിചയമുള്ള B ലെവൽ പാരാഗ്ലൈഡറാണ് പെങ്. അദ്ദേഹത്തിന്റെ അതിജീവന കഥ ഓൺലൈനിൽ വൈറലായതിന് പിന്നാലെ പ്രശംസിച്ച ആളുകളും എത്തിയിരുന്നു. എന്നാൽ പിന്നാലെയുണ്ടായ നടപടിയിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത്. 6 മാസത്തേക്ക് പറക്കുന്നതിന് പെങ്ങിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് അധികൃതർ. ഫ്ലൈറ്റ് പ്ലാൻ സമർപ്പിക്കാത്തതിനും അനുവാദമില്ലാതെ വീഡിയോ ഓൺലൈനിൽ പങ്കിട്ടതിനുമാണ് നടപടി. വെബ് ഡെസ്ക് തത്തുമൈ TV.